ഈ ക്യാമ്പിൻ്റെ മിനിയേച്ചറാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ഈ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ടാവുക, പന്തൽ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ളതിൻ്റെ ഒരു രൂപരേഖയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 33,313 അംഗങ്ങളായിരിക്കും ക്യാമ്പ് സൈറ്റിലുണ്ടാവുക. അത് MT ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, ഇതിൻ്റെ എൻജിനീയറുടെ നേതൃത്വത്തിലൊക്കെ ഇത് വിലയിരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ രൂപം? ഈ ഏരിയ ടോട്ടലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഏരിയയിലും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻട്രി കടന്നു വന്നു കഴിഞ്ഞാൽ, എൻട്രി കടന്നു വരുമ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള 20 പോയിന്റുകൾ രജിസ്ട്രേഷൻ കൗണ്ടർ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ കാണുന്നത് രജിസ്ട്രേഷൻ കൗണ്ടറാണ്. ഇതുവഴിയാണ് ആളുകളൊക്കെ കടക്കുക. ഒരു കവാടാണോ ഉള്ളത്? ഒറ്റ എൻട്രി ആണ് ഫസ്റ്റിലേ ഉള്ളത്. ഇനി ഈ കോമ്പൗണ്ടിലേക്ക് കടക്കാനായിട്ട് ഒരു സിംഗിൾ എൻട്രി ഉള്ളത്. അത് കടന്നു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ കടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോളിലേക്ക് കയറാനായിട്ട് 10 എൻട്രി ഉണ്ടാവും. 10 എൻട്രി. അവിടുന്ന് QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് അവിടെ അറിയാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 33,313 ആൾക്കാർക്ക് ഇരിക്കാനും നമസ്കരിക്കാനും അവർക്ക് കിടന്നുറങ്ങാനുമുള്ള ഫെസിലിറ്റിയാണ് നമ്മളിതിൽ കണ്ടിരിക്കുന്നത്. അത് അവർക്ക് മാക്സിമം സ്പേസ് ആയിട്ട് ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ നമ്മൾ കുറച്ച് അതിൻ്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിലാണ് കണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഭക്ഷണ പന്തൽ ഇതാണ്. ഫുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ്. കിച്ചണാണ്. അവർക്ക് ഭക്ഷണം ഇവിടെ ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെ ആ സമയത്ത് അവർ കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കും. ഇവർക്കെല്ലാം നമ്മൾ ക്യാമ്പ് സൈറ്റിൽ പോയിട്ടാണോ ഭക്ഷണം കഴിക്കുക? അല്ല, ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിക്കും. അവർക്ക് ഇരിക്കുന്ന ഓരോ സീറ്റിലേക്കും അവർക്ക് ഫുഡ് എത്തിക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്.